NDA ക്യാമ്പിന് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുകയാണ്. പാലക്കാട്ടെ അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് യോഗം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. NDA ക്യാമ്പിന് ഒപ്പം തന്നെ LDF UDF മുന്നണികൾക്കെതിരെ കടുത്ത വിമർശനമാണ് പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഉന്നയിച്ചത്. വികസന വിഷയങ്ങളൊപ്പം തന്നെ വിവാദ വിഷയങ്ങൾ, ഡീലടക്കമുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശ്രീധരനെ ജയിപ്പിക്കാത്തതടക്കമുള്ള കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് തങ്ങൾക്ക് വലിയ വേദനയാണ് നേരിട്ടത്. പാലക്കാട്ടെ ജനങ്ങളെ പോലെ തന്നെ ഡൽഹിയിലുള്ളവരും വലിയ തരത്തിൽ അതിൽ വേദനിച്ചതാണ്. ഇത്തവണ അതുണ്ടാവരുത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പല വിഷയങ്ങളും ഉയർത്തിയാണ്. ഇപ്പോൾ പാലക്കാട്ട് നിന്ന് ദീപക് ധർമ്മണമുണ്ട്. ദീപക് ധർമ്മണം, കടുത്ത വിമർശനങ്ങളാണ് നരേന്ദ്രമോദി ഇടത് വലത് മുന്നണികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു വിഷയവും തൊട്ടുതൊടാതെ പോയിട്ടില്ല. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയമടക്കം ഉന്നയിച്ചാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ വരാതെ പോയത് ഓശാന പെരുന്നാളും ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ആകർഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിരുന്നു. പക്ഷേ അതൊന്നും പറഞ്ഞില്ല. മണിപ്പൂരിനെ കുറിച്ച് ജസ്റ്റ് ഒരു പാസിംഗ് കമന്റ് പറഞ്ഞു പോയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്നാൽ കൃത്യമായി കേരളത്തിലെ ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിക്കുകയായിരുന്നു. കേരളത്തിൽ രണ്ട് ബി ടീമുകളാണ്. അത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് ബി ടീമും മറ്റൊന്ന് കോൺഗ്രസ് ബി ടീമുമാണ്. ഇവർ കേരളത്തിൽ മാത്രമാണ് മത്സരിക്കുന്നത്. രാജ്യത്തൊട്ടാകെ തൊട്ടപ്പുറത്ത്, ഈ പാലക്കാടിന് തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ അവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് എന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം പ്രാദേശിക വിഷയത്തിലേക്ക് വരുന്നു. കൽപ്പാത്തിയെ കുറിച്ച് പറയുന്നു. കേരളത്തിന് ജയഘോഷം വിളിച്ചുകൊണ്ട് കൽപ്പാത്തിയിലെ സീതാദേവിയെ കുറിച്ച് പറയുന്നു. കൽപ്പാത്തിയും കാശിയും തമ്മിലുള്ള ബന്ധം പറയുന്നു. അങ്ങനെ ലോക്കൽ എലിമെന്റ്സിനെ, ഇമോഷണൽ എലിമെന്റ്സിനെ കൃത്യമായി തൊട്ടുണർത്തിക്കൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ കടന്നാക്രമണത്തിലേക്ക് മോഡി കടന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരോക്ഷമായി അതിരൂക്ഷമായി പരാമർശിച്ചു പ്രധാനമന്ത്രി തന്നെ എന്നുള്ളതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ട് മെട്രോമാനെ ജയിച്ചില്ല, അതിലെ ദുഃഖം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്കൊപ്പം ഈ റിപ്പോർട്ടിംഗിൽ ഉണ്ടായിരുന്ന ഷാരിഖ് നവാസ് കൂടി ചേരുകയാണ്. ഷാരിഖ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ കടന്നാക്രമണം BJP നടത്തിയിരിക്കുന്നു മോഡിയിലൂടെ. എങ്ങനെയാണ് അതിനെ കാണാവുന്നത്? വലിയ, അതായത് ഈ കേരളത്തിന്റെ വികസനമില്ലായ്മ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം കടന്നാക്രമിച്ചത്. LDFും UDFും തമ്മിൽ ഒരേ തൂവൽ പക്ഷികൾ പോലെയാണ്. കാരണം ഇവർ മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിൽ ഇതുവരെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു, അതായത് BJP സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കും. അതുപോലെ തന്നെ കേരളത്തിലെ യുവാക്കൾ ഇപ്പോൾ പലായനം ചെയ്യുകയാണ്, ഈ സംസ്ഥാനം വിട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുകയാണെന്ന് അദ്ദേഹം 2 തവണ എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ യുവാക്കൾക്ക് തൊഴിൽ, അതുപോലെ തന്നെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, മറ്റു വികസനങ്ങളെല്ലാം വികസിത കേരളം നടപ്പാക്കുകയാണ് NDAയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓരോ മേഖലകളിലും പരാമർശിച്ച് തന്നെയാണ് അദ്ദേഹം പ്രസംഗം കടന്നുപോയത്. കർഷകരുടെ വിഷയങ്ങൾ, പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയിൽ കർഷകരുടെ വിഷയങ്ങൾ എണ്ണി പറഞ്ഞു. LDF സർക്കാർ വന്നിട്ട് കർഷകരെ സഹായിച്ചില്ല, പകരം കർഷകരെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.